5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി ശേഖരിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു എന്ന ആരോപണം നിലനിൽക്കെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തവരുടെയും വ്യക്തിവിവരങ്ങൾ സർക്കാർ ചോർത്തി എന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലക്ഷക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകളുടെ വ്യക്തിവിവരങ്ങൾ സർക്കാർ ചോർത്തിയെന്നും ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും ആരോപിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത 35-നു മുകളിൽ പ്രായമുള്ള സ്ത്രീകളുടെ വ്യക്തിവിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി നൽകിയ കത്ത് പ്രകാരം ചോർത്തിയത്. ഇതിന്റെ തെളിവായി മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവറാവു ഫെബ്രുവരി 7-ന് എഴുതിയ കത്ത് ചെന്നിത്തല പുറത്തുവിട്ടു. യാതൊരു മുൻകരുതലുകളുമില്ലാതെയാണ് മുഖ്യമന്ത്രി വിവരങ്ങൾ സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറിയത്. ഇത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിച്ചിരിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ ഡാറ്റ ലഭിച്ച സ്വകാര്യ ഏജൻസികൾ ഇവ എത്രമാത്രം ദുരുപയോഗം ചെയ്യാനിടയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. വ്യക്തിഗത വിവരങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത മുഖ്യമന്ത്രി രാജിവെച്ച് ഒഴിയണമെന്നും ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു.